ബാധിച്ചു. അതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോ ടിക്കറ്റ് കിട്ടി എയർപോർട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകിട്ട് നാട്ടിലെത്തും. നാട്ടിലെ കുറെ പുതിയ പുതിയ വീഡിയോസ് എടുത്ത് പുതിയ വീഡിയോ ആക്കി വരുന്നുണ്ട്. കൊച്ചിയിലാണ് ലാൻഡ് ചെയ്യണത്. എയർപോർട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണിത്. ഇനി അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് ശനിയാഴ്ച റോഡൊക്കെ കാലിയാണ്. ടൈമും കൂടെ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ പോവുകയാണ്. മദ്രസയൊന്നുമില്ല, സ്കൂളില്ല, ഓഫീസുകളൊക്കെ പകുതി അടവാണ്. അവിടുത്തെ എയർപോർട്ടിനകത്തെ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. വിഷയം കൊച്ചിയിലത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓട്ടോറിക്ഷയിലൊക്കെ പോകണം. വെയിറ്റിംഗ് ഇല്ല, 1 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ഫ്ലൈറ്റ് എയർപോർട്ടിലെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല ടിക്കറ്റ്. കുവൈറ്റിൽ 1 മണിക്കൂർ വെയിറ്റിംഗ്. ഇനി നല്ല നല്ല വീഡിയോസ്, ഈ നാട്ടിലുള്ള വീഡിയോസ് വരുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല. പഴയ മൊബൈലൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചിലപ്പോൾ വീഡിയോയില് പഴയ മൊബൈൽ ഫ്ലൈറ്റാണ് നോക്കിയത്. കൺഷൻ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം മുംബൈ, പിന്നെ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ബാംഗ്ലൂരൊക്കെയാണ് ഫ്ലൈറ്റ് തന്നെ. പക്ഷെ കുവൈറ്റിലാണ്. കുവൈറ്റിൽ 1 മണിക്കൂർ വെയിറ്റിംഗ്. പിന്നെ കൊച്ചിയിലേക്ക് 5 മണിക്കൂർ റണ്ണിങ് ടൈം. 7 മണിക്കല്ല, 2 മണിക്ക് അവിടെ എയർപോർട്ടിലെത്തും. പിന്നെ ഒരു 7 മണിക്കൂർ ട്രാവൽ ചെയ്ത് എന്തായാലും ഫ്ലൈറ്റ് കിട്ടി, ടിക്കറ്റ് കിട്ടി. ടിക്കറ്റൊക്കെ ഭയങ്കര റേറ്റ്. ഇപ്പോൾ ഭയങ്കര റേറ്റ്. എയർപോർട്ടുകൾ മിക്കുള്ളത് അടച്ചുകൊണ്ട് ഭയങ്കര റേറ്റാണ്. അതൊക്കെ ന്യൂസ് ചാനലുകളൊക്കെ തള്ളി വിട്ടതാണ്. എയർപോർട്ടുകളൊക്കെ അടച്ചെന്നതാണ്. പക്ഷേ എയർപോർട്ടൊന്നും പൂർണ്ണമായിട്ടൊന്നും അടച്ചിട്ടില്ല. കുറച്ച് അതിർത്തി പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എയർപോർട്ടൊക്കെ കുറച്ചൊക്കെ അടച്ചു. ടിക്കറ്റ് കിട്ടിയത് എന്തായാലും പേരൊക്കെ പറയാം. പോകുന്ന വഴിയാണ് നല്ല റോഡ്. പക്ഷെ ഇന്ന് കാലിയാണ് കേട്ടോ. ഭാഗ്യം പോലെ ശനിയാഴ്ച നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. പൊടിക്കാറ്റും കൊണ്ട് ഭയങ്കര ചൂട്. 40 അല്ല, ഏതാണ്ട് 50-അടുത്തുണ്ട്. നാട്ടില് മഴ തുടങ്ങാനായില്ലേ? ജൂണായില്ലേ? എന്തായാലും സൗദിയോട് വിട പറഞ്ഞ് നാട്ടിലേക്ക് സൗദിയിലേക്ക് വിട പറഞ്ഞ് നാട്ടിലേക്ക് എത്തും. നാട്ടിലെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. നാട്ടിലെ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ചക്കയും മാങ്ങയും കഴിക്കണൊക്കെ വരും. സൗത്ത് ടെർമിനലാണ്, നോർത്തിലല്ലേ പോകണം. താഴെ ഇറങ്ങിയിട്ട് നേരെ കാണുന്നത് പുതിയ എയർപോർട്ടാണ്. പഴയ എയർപോർട്ടാണ്. പരിസരങ്ങൾ ട്രാഫിക് ഇല്ലാതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് എത്താൻ പറ്റാം. നമ്മളൊരു റൂമിൽ നിന്ന് ഇറങ്ങി 1/2 മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ? 1/2 മണിക്കൂർ വേണ്ട. 1/2 മണിക്കൂർ വേണ്ട. മാത്രമല്ല ഉംറ, ഹജ്ജ്, ഇതൊക്കെ ഹജ്ജിന്റെ ടൈമും കൂടെ ആയതുകൊണ്ട് കുറെ നല്ല തിരക്കായി. ശരിയാണ്, നല്ല തിരക്കുണ്ടാവും കേട്ടോ. നല്ല ഇറങ്ങണത് മദീനയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ മദീനത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ബംഗ്ലാദേശ്, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വന്നാണ് ഡയറക്റ്റ് മക്കയ്ക്ക് വരുന്നത്. മദീന റോഡാണ്.
എന്നല്ലേ ഒറ്റ പേര് തന്നെ തോന്നണല്ലേ? അതിന്റെ കിടക്കണം സൗദി അറേബ്യ തന്നല്ലേ? എയർപോർട്ടിന്റെ ഏരിയ മൈതാണ് കിലോമീറ്ററാണ് കിടക്കുകയാണ്. പിന്നെ ഇതിനൊരു കുറവില്ല. ബസ്സുകളൊക്കെ 5 ബസ്സാണെന്ന് അറിയില്ല. ഹാജിമാരെ കൊണ്ടുപോകാൻ 5 ബസ്സും ഇമ്രയ്ക്കില്ല. നമ്മൾ മക്കത്തെ വീഡിയോ എടുക്കാൻ പോയി നമ്മളെ പോലീസ് തിരിച്ചു വിട്ടു അല്ലേ? ചെക്ക് പോയിന്റിൽ എത്തിയതും നമ്മൾ അറിഞ്ഞില്ല. നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഭയങ്കര ഏരിയ ആണ്. ഭയങ്കര ഏരിയ. ഇവിടെ തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു കൂട്ടുകാരനൊക്കെ ഉണ്ടാക്കിയതല്ലേ? ഇവിടെ വരണത് ഇൻഡിഗോ, ജസീറ, എയർ അറേബ്യ അങ്ങനെയൊക്കെയുള്ള ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഇന്റർനാഷണൽ അല്ല. ഖത്തറും എമിറേറ്റ്സും വലിയ ഫ്ലൈറ്റുകളെല്ലാം അപ്പുറത്ത് മണ്ണിലാക്കി. എയർപോർട്ടിന്റെ കവാടത്തിന്റെ അവിടെ എത്തി. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയയുടെ ബസ് ഇല്ലടേ. ഹാജിമാരെ ഇതന്നാ മക്കത്തോണ്ടോ? ഇവിടെ ഹാജിമാർ ഇവിടെ തന്നെ ഇറങ്ങുന്നത്. അല്ല അവർക്കുള്ള ഇതാണ് ഈ എയർപോർട്ടല്ല ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. അല്ലല്ല, അവരെ ചെക്കിങ്ങും കാര്യങ്ങളും മറ്റേ ബസ്സിന്റെ ഒക്കെ വണ്ടി പാർക്കിങ് മറ്റേ കാര്യങ്ങളൊക്കെ അല്ല. അന്നാരും ഇങ്ങനെ പറയണമെന്നൊക്കെ തോന്നി. ബസ്സുകളെല്ലാം ബസ് നിർത്തിയിട്ട് ഹാജിമാരെ കൊണ്ടുപോകുന്നപ്പോഴാണ് അതവിടെ എവിടെയാണ് ഹാജിമാരെയൊക്കെ നാട്ടിൽ നിന്നും വരുന്ന ബസ്സിലൊക്കെ എത്തി. എയർപോർട്ട് വലിയ എയർപോർട്ട്, ഭയങ്കര എയർപോർട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിൽ മൊത്തം ഫ്ലൈറ്റുകൾ ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സംസം വെള്ളമൊക്കെ മേടിക്കാൻ കിട്ടും. 12 രൂപയേ ഉള്ളൂ. 12 റിയാലേ ഉള്ളൂ. 12 റിയാൽ. ഒരു പാസ്പോർട്ടിന് ഒരാൾക്ക് ഒന്ന് വെച്ച് വാങ്ങാൻ പറ്റും. അങ്ങനെ നമ്മളോട് വിട പറഞ്ഞ് നാട്ടിലോട്ട് ഫ്ലൈറ്റുകളൊക്കെ കിടക്കുകയാണ്. പഞ്ചം വരെ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ കിടക്കുന്നു. ആവശ്യപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ എയർപോർട്ടിലൊക്കെ എത്താറായിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ അടുത്തൂടെ തന്നെ പോകുന്നത്. റൈറ്റ് സൈഡിൽ അവിടെ എത്തുമ്പോൾ ഫ്ലൈനാസ് സൗദി എയർലൈൻസ് കിടക്കുകയാണ്. അപ്പുറത്ത് വരുന്നതാണ് നോർത്ത് ടെർമിനൽ. നല്ല വെയിലായതുകൊണ്ട് കാണത്തില്ല. നല്ല ചൂടാണ്. അത് പഠിപ്പിക്കണം. സൗദി എയർലൈൻസ് ഒക്കെ പോകാൻ പോകണം. പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. സൗദി എയർലൈൻസ് ഫ്ലൈനാസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലോട്ട് കയറാൻ പോകണം. എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത് ഇടുന്നതാണ് അല്ലേ? ഓക്കെയാണുള്ള ടെർമിനലിലോട്ട് എത്താറായിരിക്കുകയാണ്. മൊത്തം കാർ പാർക്കിങ് തിരക്കുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നതും ഉൾപ്പെടുത്തുക, കിട്ടിയിട്ട് എടുക്കുക. നാട്ടിലേക്ക് മടങ്ങുക പോവാൻ എയർപോർട്ടിൽ കയറിയിട്ട് അടുത്ത വിശേഷം കാണാം. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി ഫ്രീയിലെത്തി. ഡ്യൂട്ടി ഫ്രീയിൽ ചോക്ലേറ്റൊക്കെ അത്യാവശ്യം വിലകളുണ്ട്. ഓഫർ ഇട്ടേക്കുന്നതാണ്. ഓഫർ പ്രൈസ് ആയാലും റേഡ് സെഷനാണ്. ഒരുപാട് ഐറ്റങ്ങളുണ്ട്. പല വിലയ്ക്കുള്ള 149, 199. ഞാനെല്ലാം ഒന്ന് ട്രൈ ചെയ്തു. എല്ലാം അടിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ലാസ്റ്റ് ചെയ്യണ പെർഫ്യൂമാണ്. അത് കുറേ ടോയ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ. അല്ല ഇതൊക്കെ മറ്റേ നട്ട്സും ബദാമും പിസ്തയും ഈത്തപ്പഴത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. കമ്പനി വിവിധ മോഡൽ ചേർക്കുന്നു.
അടിപൊളി, നല്ല രസമാണ്. ഒരു പീസിന് 66 റിയാല്, 30 റിയാല്. നല്ല